Hi all, today we are going to learn a sonnet by William Shakespeare, sonnet number 121. ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഷേക്സ്പിയറിനെ കുറിച്ച് ഒരു ബേസിക് നോളജ് നോക്കാം. ബോൺ ഓൺ April 23, 1564 ഇൻ സ്ട്രാറ്റ്ഫോർഡ് അപ്പോൺ അവോൺ, ഇംഗ്ലണ്ടിലാണ് ജനിച്ചത്. ഡൈഡ് ഓൺ April 23, 1616. ഡേറ്റ് സെയിം ആണ്. ഓക്കെ, അത് സോ ഇറ്റ്സ് ഈസി. April 23. And wrote 154 sonnet, 39 plays, 2 long narrative poems. Sonnet 154, plays 39, long narrative poems 2. Okay, wrote comedies, histories, tragedies, അത് നമുക്കറിയാം. ഇതൊരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമുക്ക് ഇപ്പം നോക്കാൻ പറ്റൂല. ഞാനതിൻ്റെ MCQ സെഷനുമായിട്ട് വരാം. സോ ഇതൊരു ബേസിക് നോളജാണ്. ഓക്കെ, കോമഡീസ്, ഹിസ്റ്ററീസ്, ട്രാജഡീസ് എല്ലാം എഴുതിയിട്ടുണ്ട്. നമ്മളിതെല്ലാം ഡീറ്റെയിൽഡായിട്ട് കോളേജ് ഡിഗ്രി ടൈമിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ആൻഡ് വെൻ ജോൺസൺ അബൌട്ട് ഷേക്സ്പിയർ, നോട്ട് ഓഫ് ആൻ ഏജ് ബട്ട് ഫോർ ഓൾ ടൈം. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോട്ടാണ്. ഓക്കെ, ബെൻ ജോൺസൺ അബൌട്ട് ഷേക്സ്പിയർ എന്താണ് പറഞ്ഞത്? നോട്ട് ഓഫ് ആൻ ഏജ് ബട്ട് ഫോർ ഓൾ ടൈം. ഓക്കെ, ഇതാണ് ഷേക്സ്പിയറിനെ കുറിച്ചൊരു ബേസിക് നോളജ്. ഓക്കെ, ആൻഡ് സോണറ്റ്. ഇനി നമ്മൾ സോണറ്റ് നമ്പർ 121 ആണ് നോക്കുന്നത്. എന്താണ് സോണറ്റ്? ലിറിക് ഓഫ് 14 ലൈൻ റിട്ടൺ ഇൻ എ സിംഗിൾ സ്റ്റാൻസ. ഒരു സിംഗിൾ സ്റ്റാൻസയിൽ 14 ലൈൻസ് വരുന്ന ഒരു പോമാണ്, ലിറിക്കാണ് സോണറ്റ് എന്ന് പറയുന്നത്. സോണറ്റ് കംസ് ഫ്രം ഇറ്റാലിയൻ വേർഡ് സോണറ്റോ. സോണറ്റോ എന്ന് പറഞ്ഞ ഒരു ഇറ്റാലിയൻ വേർഡിൽ നിന്നാണ് വന്നത്. മീനിങ് ലിറ്റിൽ സോങ് എന്നാണ്. ഓക്കെ, സോണറ്റോയുടെ റൂട്ട് എന്ന് പറഞ്ഞാൽ ലാറ്റിൻ വേർഡാണ്. ഓക്കെ, സോണറ്റ് ഇറ്റാലിയൻ വേർഡ്, അതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ സോണറ്റോ, ലാറ്റിൻ വേർഡ്, ആൻഡ് ഇറ്റ് മീൻസ് ലിറ്റിൽ സോങ്. ഫാദർ ഓഫ് സോണറ്റ് പെട്രാക്ക്, ഫാദർ ഓഫ് ഹ്യൂമനിസം പെട്രാക്കാണ്. ഫാദർ ഓഫ് സോണറ്റ് ആൻഡ് ഫാദർ ഓഫ് ഹ്യൂമനിസം പെട്രാക്ക്. ഐ തിങ്ക് ദിസ് വാസ് എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഫാദർ ഓഫ് ഹ്യൂമനിസം പെട്രാക്ക്. ഫാദർ ഓഫ് സോണറ്റ് ഈസ് ഓൾസോ പെട്രാക്ക്. സർ തോമസ് വാട്ട് ആൻഡ് ദ ഏൾ ഓഫ് സറേ ഇൻട്രൊഡ്യൂസ് സോണറ്റ് ഫോം ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ സോണറ്റ് ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തത് സർ തോമസ് വാട്ട് ആൻഡ് ദ ഏൾ ഓഫ് സറേ ആണ്. ആക്ച്വലി ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നല്ലപോലെ തറവായിട്ട് നോക്കിയേക്കണം. ഫാദർ ഓഫ് സോണറ്റ് ആൻഡ് ഓൾസോ ഫാദർ ഓഫ് ഹ്യൂമനിസം പെട്രാക്ക്. തോമസ് വാട്ട് ആൻഡ് ദ ഏൾ ഓഫ് സറേ ഇൻട്രൊഡ്യൂസ് സോണറ്റ് ഫോം ഇൻ ഇംഗ്ലീഷ്. ആൻഡ് ഷേക്സ്പിയർ, ഇത് ഷേക്സ്പീരിയൻ ഓർ ഇംഗ്ലീഷ് ഓർ ഇറ്റാലിയൻ സോണറ്റ്. അത് ഉള്ളത് 3 quatrains and 1 couplet, that is AP, AP, CD, CD, EF, EF, GG. ഈ ഒരു ഫോം വരുന്നത് ഷേക്സ്പീരിയൻ ഓർ ഇംഗ്ലീഷ് ഓർ ഇറ്റാലിയൻ എലിസബത്തിയൻ സോണറ്റ് ആണ്. ഇറ്റാലിയൻ ഓർ പെട്രാക്കിയൻ സോണറ്റ് ഒക്ടേവ് ആൻഡ് സെസറ്റ് ആണ്. ദാറ്റ് മീൻസ് APPA, അബ്ബ അബ്ബ, CDE, CDE അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓർ അബ്ബ അബ്ബ, CD, CD, CD. ദെൻ സ്പെൻസറിയൻ സോണറ്റ് എന്ന് പറഞ്ഞൊരു സോണറ്റ് ഫോം ഉണ്ട്. അതിൻ്റെ റൈം സ്കീം AB, AP, BC, BC, CD, CD, EE. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഷേക്സ്പിയർ സോണറ്റ്. നമ്മൾ പറഞ്ഞു 154 നമ്പറാണ്. നോൺ ആസ് ഇംഗ്ലീഷ് ഓർ ഷേക്സ്പീരിയൻ സോണറ്റ്. ഇംഗ്ലീഷ് സോണറ്റ് എന്നും ഷേക്സ്പിയർ സോണറ്റ് എന്നും അറിയപ്പെടുന്നു. 126 അഡ്രസ്ഡ് ടു ഫെയർ യൂത്ത്. 126 സോണറ്റ്സ് അഡ്രസ്സ് ചെയ്യുന്നത് ഫെയർ യൂത്തിനെയാണ്. ഈ ഫെയർ യൂത്ത് എന്ന് പറയുന്നത് മിസ്റ്റർ WH, ദാറ്റ് ഈസ് വില്യം ഹെർബർട്ട്, 3rd ഏൾ ഓഫ് പെൻബ്രോക്ക് ആണ്. ഓക്കെ, 126 സോണറ്റ് അഡ്രസ്സ് ചെയ്യുന്നത് ഫെയർ യൂത്തിനാണ്. ഈ ഫെയർ യൂത്ത് എന്ന് പറഞ്ഞ് സങ്കല്പിക്കുന്നത് മിസ്റ്റർ WH ആണ്, അതായത് വില്യം ഹെർബർട്ട്, 3rd ഏൾ ഓഫ് പെൻബ്രോക്ക്. 127 to 154 അഡ്രസ് ടു എ ഡാർക്ക് ലേഡി. ഡാർക്ക് ലേഡി എന്ന് പറയുന്നത്
മേരി ഫിറ്റൺ. ഓക്കെ, മേരി ഫിറ്റൺ. ഷേക്സ്പിയർ സോണറ്റ് were composed in 1590. ഷേക്സ്പിയറിൻ്റെ സോണറ്റ് കമ്പോസ് ചെയ്തേക്കുന്നത് 1590 ഷേക്സ്പിയർ സോണറ്റ്സ് were published in 1609 by തോമസ് ട്രോപ്പ്. പബ്ലിഷ് ചെയ്തേക്കുന്നത് കമ്പോസ് ചെയ്തേക്കുന്നത് 1590. ഇത് പബ്ലിഷ് ചെയ്തേക്കുന്ന ഇയർ 1609 ബൈ തോമസ് ട്രോപ്പ്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. തോമസ് ട്രോപ്പാണ് ഷേക്സ്പിയറിൻ്റെ സോണറ്റ്സ് എല്ലാം പബ്ലിഷ് ചെയ്ത വ്യക്തി. സെക്കൻഡ് ക്വാർട്ടർ പബ്ലിഷ്ഡ് ഇൻ 1640. സെക്കൻഡ് ക്വാർട്ടർ ഷേക്സ്പിയറിൻ്റെ സെക്കൻഡ് ക്വാർട്ടർ സോണറ്റ് പബ്ലിഷ് ചെയ്തേക്കുന്നത് 1640. സോണറ്റ് 99 ഓഫ് ഷേക്സ്പിയർ സോണറ്റ് ഹാസ് 15 ലൈൻസ്. 15 ലൈൻസ് ഉള്ള ഒരു സോണറ്റ് ഉണ്ട് ഷേക്സ്പിയറിന്. അതാണ് സോണറ്റ് നമ്പർ 99. ഇതാണ് ഷേക്സ്പിയറിൻ്റെ സോണറ്റിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. ഓക്കെ, അതായത് 154 ഇൻ നമ്പറാണ്. ഇംഗ്ലീഷ് ഓഫ് ഷേക്സ്പിയർ സോണറ്റ് എന്നറിയപ്പെടും. 126 സോണറ്റ്സ് അഡ്രസ്സ് ചെയ്തേക്കുന്നത് ഫെയർ യൂത്തിനാണ്, അതായത് WH ഓർ വില്യം. WHൻ്റെ ഫുൾ ഫോമാണ് വില്യം ഹെർബർട്ട്. ഓക്കെ, തേർഡ് ഓർഡർ ഓഫ് പെൻബ്രോക്കാണ്. 127 to 154 അഡ്രസ്സ് ചെയ്തേക്കുന്നത് ഡാർക്ക് ലേഡി, ദാറ്റ് ഈസ് മേരി ഫിറ്റൺ എന്നാണ് പറയപ്പെടുന്നത്. ഷേക്സ്പിയറിൻ്റെ സോണറ്റ് കമ്പോസ് ചെയ്തേക്കുന്ന ഇയർ 1590. അത് പബ്ലിഷ് ചെയ്തേക്കുന്നത് 1609 തോമസ് ട്രോപ്പ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. സെക്കൻഡ് ക്വാർട്ടർ ഓഫ് ഷേക്സ്പിയർ സോണറ്റ് പബ്ലിഷ് ചെയ്തേക്കുന്ന ഇയർ 1640. ആൻഡ് ഷേക്സ്പിയറിൻ്റെ ഒരു സോണറ്റിൽ 15 ലൈൻസ് ഉണ്ട്. അത് സോണറ്റ് നമ്പർ 99. ഓക്കെ, ഇതാണ് ഷേക്സ്പിയറിൻ്റെ സോണറ്റിനെ കുറിച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. ആൻഡ് നൗ വി ക്യാൻ see the introduction to sonnet number 121. സോണറ്റ് 121 കുറിച്ചാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. സോണറ്റ് 121 അഡ്രസ് ടു ഫെയർ യൂത്ത്. ഫെയർ യൂത്തിനാണ് 121 അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്, അതായത് WH ഓർ വില്യം ഹെർബർട്ട്. ഓക്കെ, ഇതിൽ 3 ക്വാഡ്രൻസ് ഉണ്ട്, ഒരു ഫൈനൽ കപ്ലറ്റ് ഉണ്ട്, അതായത് AB CD CD EF EF GG, ദാറ്റ്സ് എ റൈം സ്കീം. ഓക്കെ, ഒരു ക്വാഡ്രൻറ്റും ഒരു കപ്ലറ്റും ഉണ്ട്. അയാംബിക് പെൻഡാമീറ്റർ ഉണ്ട്, അതായത് അൺസ്ട്രെസ്ഡ് സിലബിൾ ഫോളോഡ് ബൈ എ സ്ട്രെസ്ഡ് വൺ, അയാംബിക് പെൻഡാമീറ്റർ. 121 അയാംബിക് പെൻഡാമീറ്റർ ആണ്. സോണറ്റ് 121 ബിലോങ്സ് ടു ഫെയർ യൂത്ത്. സോണറ്റ് 121 കണ്ടംസ് ഹിപ്പോക്രസിയാണ് ഇതിൽ തീമായിട്ട് വരുന്നത്. ഹിപ്പോക്രസി ഉണ്ട്, മൊറാലിറ്റി ഉണ്ട്, സെൽഫ് അക്സെപ്റ്റൻസ് ഉണ്ട്. ഓക്കെ, അത് തീം നിങ്ങൾക്ക് പോം ഡീറ്റെയിൽഡായിട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. തീം ഓർത്തു വെച്ചോ. ഹിപ്പോക്രസി, മൊറാലിറ്റി, സെൽഫ് അക്സെപ്റ്റൻസ് ആണ് ഇതിൻ്റെ തീമായിട്ട് വരുന്നത്. ദ സ്പീക്കർ ആർഗ്യൂസ് ദാറ്റ് ബീങ് ഫാൾസ്ലി അക്യൂസ്ഡ് ഈസ് വേഴ്സ് ദാൻ ബീങ് ട്രൂലി ബാഡ്. സ്പീക്കർ ഈ ഒരു സോണറ്റിൽ പറയുന്നത് ബീങ് ഫാൾസ്ലി അക്യൂസ്ഡ്, ബാക്കിയുള്ളവർ നമ്മളെ തെറ്റായിട്ട് കാണുന്നതിലും നല്ലത് നമ്മൾ തെറ്റായിട്ട് തന്നെ ജീവിക്കുന്നതാണ്. ബീങ് ട്രൂലി ബാഡ്, സത്യത്തിൽ ബാഡായിട്ട് തന്നെ ജീവിക്കുന്നതാണ് നല്ലത്. ബാക്കിയുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുന്നു അല്ലെങ്കിൽ തെറ്റായിട്ട് കാണുന്നതിലും നല്ലത് നമ്മൾ സ്വയം തെറ്റായിട്ട് തന്നെ ജീവിക്കുന്നതാണ്. ക്രിട്ടിസൈസ് സൊസൈറ്റി ഫോർ ജഡ്ജിങ് അതേഴ്സ് വൈൽ ബീങ് കറപ്റ്റ് ദംസെൽഫ്. ഓക്കെ, സൊസൈറ്റിയെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു സോണറ്റാണിത്. ഫോർ ജഡ്ജിങ് അതേഴ്സ്, ബാക്കിയുള്ളവരെ ജഡ്ജ് ചെയ്യുന്നതെന്ന്. അവർ സ്വയമായിട്ട് കറപ്റ്റായിട്ട് ബാക്കിയുള്ളവരെയും കൂടെ ജഡ്ജ് ചെയ്യുന്നതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഒരു സോണറ്റാണ്, സോണറ്റ് നമ്പർ 121. ഓക്കെ, നമുക്ക് ഫസ്റ്റ് 4 ലൈൻസിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഫസ്റ്റ് 4 ലൈൻസിൻ്റെ. ഓക്കെ, ദിസ് ബെറ്റർ ടു ബി വൈൽഡ് ദാൻ വൈൽഡ് എസ്റ്റീംഡ് വെൻ നോട്ട് ടു ബി റിസീവ്സ് റിപ്രോച്ച് ഓഫ് ബീങ് ആൻഡ് ദ ജസ്റ്റ് പ്ലഷർ ലോസ്റ്റ് വിച്ച് ഈസ് സോ ഡീംഡ് നോട്ട് ബൈ അവർ ഫീലിംഗ് ബട്ട് ബൈ അതേഴ്സ് സീയിങ്. ഓക്കെ, ഈ 4 ലൈൻസ് പറയുന്നതെന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ സോളിലോക്കി. സോളിലോക്കി മീൻസ് സ്വയം ചിന്തിക്കുന്നത്. ഷേക്സ്പിയർ സ്വയം ചിന്തിക്കുന്ന കാര്യമായിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഈ 4 ലൈൻസിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഒരുമിച്ച് പറയാം. മറ്റുള്ളവർ നിങ്ങളെ അല്ലെങ്കിൽ നമ്മളെ മോശപ്പെട്ട ഒരാളായിട്ട് ചിന്തിക്കുന്നതിനെക്കാട്ടിലും നല്ലത്
നമ്മൾ മോശപ്പെട്ടിരിക്കുന്നതാണ്. അണ്ടർസ്റ്റുഡ്? ഷേക്സ്പിയർ പറയുന്നത് ദിസ് ഇസ് എ സോളിലോക്കി ബൈ ഷേക്സ്പിയർ. മറ്റുള്ളവർ നിങ്ങളെ മോശപ്പെട്ട ഒരാളായിട്ട് ചിന്തിക്കുന്നതിനെക്കാട്ടിലും നല്ലത് നിങ്ങൾ മോശപ്പെട്ടിരിക്കുന്നതാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ നമ്മൾ ചെയ്യുന്ന കാര്യം തിന്മയായി കണക്കാക്കുന്നത്. ഓക്കെ, വളരെ മോശപ്പെട്ട് നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മൾ ചെയ്യുന്ന കാര്യം തിന്മയായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ ആ കാര്യം, നമ്മൾ ആ ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് തിന്മയല്ലായിരിക്കും. ഓക്കെ, നമ്മൾ ആ ചെയ്യുന്ന കാര്യം ബാക്കിയുള്ളവർ നോക്കുമ്പോൾ തിന്മയായിരിക്കും, പക്ഷെ നമുക്കത് തിന്മയല്ലായിരിക്കും. പക്ഷേ നമുക്കത് എൻജോയ് ചെയ്യാനും കഴിയില്ല. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്നൊക്കെ ആലോചിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യം പോലും നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയാറില്ല. അതാണ് ഷേക്സ്പിയർ ഈ ലൈനിലൂടെ പറയുന്നത്. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ പോവും, ഓ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും. അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം എൻജോയ് ചെയ്യുക. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അതാണ് ഷേക്സ്പിയർ പറയുന്നത്. ഓക്കെ, നമുക്ക് അങ്ങനെ ചിന്തിച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ പോവും, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കുമെന്ന്. ഓക്കെ, അതാണ് ഈ ലൈൻസിലൂടെ പറയുന്നത്. ഈ എക്സ്പ്ലനേഷനും കൂടെ നിങ്ങൾ ഒന്ന് റീഡ് ചെയ്തേക്കണേ. ആൻഡ് ഈ ഫസ്റ്റ് ലൈനിൽ ഒരു അലിട്രേഷൻ വരുന്നുണ്ട് കേട്ടോ. വൈൽ, ഈ വ്. ഓക്കെ, ദാറ്റ്സ് ആൻ അലിട്രേഷൻ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. അലിട്രേഷൻ. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേരെ. ഫസ്റ്റ് ലൈനിലൊരു അലിട്രേഷൻ വരുന്നുണ്ട്. For why should others' faults or reiterate eyes give salutation to my spotty blood? Or on my frailties, why are frailer spies, which in their will count bad what I think good? ഈ ഒരു ലൈനിൽ സ്പീക്കർ പറയുന്നത്, എന്നെക്കാട്ടിലും കറക്റ്റായ ആളുകൾ അവരെന്തിനാണ് എൻ്റെ പ്രവൃത്തിയിൽ ശ്രദ്ധിക്കുന്നത്? അവരെന്നെക്കാട്ടിലും കറക്റ്റാണ്, പിന്നെ അവരെന്നെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലല്ലോ. Why should corrupt people judge me? എന്തിനാണ് എന്നെ ജഡ്ജ് ചെയ്യുന്നത്? അവരെന്തിനാണ് എൻ്റെ ജോയ്ഫുൾ നേച്ചർ ജഡ്ജ് ചെയ്യുന്നത്? അവർ എന്നെക്കാട്ടിലും കറപ്റ്റാണ്, പിന്നെ എന്തിനാണ് അവരെന്നെ ജഡ്ജ് ചെയ്യുന്നത്? സൊസൈറ്റി പ്രിട്ടൻഡ് ടു ബി മോറൽ. അവർ പ്രിട്ടൻഡ് ചെയ്യുകയാണ്, അവർ ഇങ്ങനെ ഷോ ചെയ്യുകയാണ് ഞങ്ങൾ മോറലായിട്ടുള്ള ആൾക്കാരാണെന്ന്. സൊസൈറ്റി അങ്ങനെയാണ് ഷോ ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി അവർ ഒട്ടും മോറലല്ല, അവർ കറപ്റ്റ് പീപ്പിളാണ്. അങ്ങനെ കറപ്റ്റായിട്ടുള്ള ആൾക്കാർ എന്നെ എന്തിനാണ് ജഡ്ജ് ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്ന ജോയ്ഫുൾ പ്രവൃത്തി അവരെന്തിനാണ് ജഡ്ജ് ചെയ്യുന്നത്? എനിക്ക് സന്തോഷം തരുന്ന, അല്ലെങ്കിൽ പോയിന്റിന് സന്തോഷം തരുന്ന പ്രവൃത്തിയാകാം. ഓക്കെ, ആ സന്തോഷം തരുന്ന പ്രവൃത്തി അവരെന്തിനാണ് ജഡ്ജ് ചെയ്യുന്നത്? ഇതൊരു റെട്രിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അത് എന്ത് പ്രവൃത്തിയും ആകാം. അതെനിക്ക് പോയിന്റിന് സന്തോഷം നൽകുന്ന പ്രവൃത്തിയാണ്. പക്ഷേ ഈ കറപ്റ്റായിട്ടുള്ള ആൾക്കാർ, എന്നെക്കാട്ടിലും കറപ്റ്റായിട്ടുള്ള ആൾക്കാർ എന്തിനാണ് പോയിന്റിൻ്റെ പ്രവൃത്തിയിൽ ശ്രദ്ധിക്കുന്നത്? ഓക്കെ, ഈ ഒരുപാട് ഫോൾസ് ഉള്ള പീപ്പിളാണ്, ഒരുപാട് ഫ്ലോസ് ഉള്ള പീപ്പിളാണ് സ്റ്റിൽ ജഡ്ജിങ് ദ പോയറ്റ്. ഓക്കെ, ഒരുപാട് തെറ്റുകുറ്റങ്ങളുള്ള ആൾക്കാരാണ് ഈ ജഡ്ജ് ചെയ്യുന്നത്. അവരുടെ ജഡ്ജ്മെൻറ്റ് അവരുടെ ആഗ്രഹത്തിനനുസരിച്ചാണ്, അല്ലാതെ എൻ്റെ ആഗ്രഹത്തിനനുസരിച്ചല്ല അവർ ജഡ്ജ് ചെയ്യുന്നത്. അവർ അവരുടെ ഡിസൈഡ്സിന് അനുസരിച്ചാണ് അവർ ജഡ്ജ് ചെയ്യുന്നത്. അതാണ് ഈ ഒരു 4 ലൈൻസിലൂടെ പോയിട്ട് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലൈൻ. No, I am that I am, and they that level at my abuses reckon up their own. I may be straight, though they themselves be bewailed by their rank thoughts. My deeds must not be shown. ഈ ലൈൻസിലൂടെ സ്പീക്കർ
തന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ തന്നെക്കുറിച്ച് ഗോസിപ്പ് പറയുന്നവർക്ക് ഒരു വാർണിംഗ് കൊടുക്കുകയാണ്. ഓക്കെ, സ്പീക്കർ ഗിവിങ് എ വാർണിംഗ് ടു ദ ഗോസിപ്പേഴ്സ്. തന്നെക്കുറിച്ച് കുറ്റം പറയുന്നവർക്ക് സ്പീക്കർ ഒരു വാർണിംഗ് കൊടുക്കുകയാണ്. ഇവിടെ പറയുന്നത് നോ ഐ ആം ദാറ്റ് ഐ ആം, അതായത് ഞാനാകുന്നു. എന്നെപ്പറ്റി കുറ്റം പറയുന്ന ആൾക്കാർ അവരുടെ തന്നെ മോശപ്പെട്ട അല്ലെങ്കിൽ അവരുടെ തന്നെ മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദേ ആർ ആക്ച്വലി റിവീലിങ് ദെയർ ഓൺ സിൻസ്, അവരുടെ തന്നെ സിൻസ് അല്ലെങ്കിൽ കുറവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ എന്ന് പറഞ്ഞാൽ സ്പീക്കർ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നാണ് പറയുന്നത്. സ്പീക്കർ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ് ഇവിടെ പറയുന്നത്. ഈ ലൈൻസിലൂടെ പറയുന്നത് സ്പീക്കർ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ കുറ്റം പറയുന്ന ആളുകളാണ് ആക്ച്വലി ക്രൂക്കഡ്, അവരാണ് ക്രൂക്കഡായിട്ടുള്ള ആൾക്കാർ. ഓക്കെ, ഈ കുറ്റം പറയുന്ന ആൾക്കാരാണ് ക്രൂക്കഡ് മൈൻഡുള്ള ആൾക്കാർ, അവരാണ് ശരിയല്ലാത്തവർ, അവരാണ് ആക്ച്വലി ശരിയല്ലാത്തത്. ഞാൻ എൻ്റെ കാര്യം നോക്കി ഞാൻ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരമാണ് ഈ ഗോസിപ്പൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുന്നത്. ആക്ച്വലി അവരാണ് ക്രൂക്കഡ് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളാണ് പ്രശ്നക്കാർ, അല്ലാതെ ഞാനല്ല. ഓക്കെ, ഹിസ് ആക്ഷൻ ഷുഡ് നോട്ട് ബി ജഡ്ജ് ബൈ ദ ട്വിസ്റ്റഡ് മൈൻഡ് ഓഫ് അതേഴ്സ്. തൻ്റെ സ്പീക്കറിൻ്റെ ആക്ഷൻസ് ഈ ട്വിസ്റ്റഡ് മൈൻഡുള്ള അല്ലെങ്കിൽ ക്രൂക്കഡ് മൈൻഡുള്ള ആൾക്കാർ ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ എന്നാണ് സ്പീക്കർ പറയുന്നത്. ഈ ലൈൻസിൽ നോക്കി, നോ ഐ ആം ദാറ്റ് ഐ ആം. ഈ ഐ ആം ദാറ്റ് ഐ ആം ഇതൊരു ബിബ്ലിക്കൽ അലൂഷനാണ്. ഇത് എക്സ്ഡസ് എന്ന് പറഞ്ഞ ഒരു ബിബ്ലിക്കൽ ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ലൈൻസാണ്. അതിനകത്ത് ഐ ആം വാട്ട് ഐ ആം എന്നാണ്. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്തോണം. EXDUS എക്സ്ഡസ് എന്ന് പറഞ്ഞൊരു ബിബ്ലിക്കൽ ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ലൈൻസാണ് ഐ ആം ദാറ്റ് ഐ ആം. ഓക്കെ, അതാണ് ഈ ലൈൻസിലൂടെ പറയുന്നത്. Last two lines of this sonnet. Unless this general evil they maintain, all men are bad and in their badness regain. ഈ രണ്ട് ലൈനിൽ ഷേക്സ്പിയർ പറയുന്നത് ഗോസിപ്പ് പറയുന്ന ആളുകളുടെ അവരുടെ ഒരു വിചാരം, അവരുടെ ഒരു തോട്ട് എല്ലാ ആളുകളും മോശപ്പെട്ടതാണെന്നാണ്. അവർ ആ മോശപ്പെട്ട കാര്യം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുവെന്നാണ് ഈ ഗോസിപ്പേഴ്സിൻ്റെ വിചാരം. അന്നേരം സൊസൈറ്റി ആണെങ്കിൽ സൊസൈറ്റി അസ്യൂംസ് എവരി വൺ ഈസ് വിക്ഡ്. ഇതെല്ലാം ഈ ഗോസിപ്പേഴ്സ് പറയുന്നത് കേൾക്കുമ്പോൾ സൊസൈറ്റിയും വിചാരിക്കും എല്ലാവരും വിക്ഡ് പേഴ്സൺ ആണ്, മോശപ്പെട്ടതാണെന്ന്. ഇത് ഈ കറപ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ സ്ട്രോങ് ആക്കും, പവർഫുൾ ആക്കും. ഓക്കെ, സൊസൈറ്റി ഇങ്ങനെ വിചാരിക്കുമ്പം അവർക്കും തോന്നും, ഓക്കെ ഞാൻ പറഞ്ഞ കാര്യം ഇവർ വിശ്വസിച്ചല്ലോ. ആക്ച്വലി ദേ ആർ ടെല്ലിങ് ലൈ, അവർ ഗോസിപ്പാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ സൊസൈറ്റി അത് വിശ്വസിക്കുകയും ചെയ്യും. ഈ കറപ്റ്റ് പറയുന്നത് ആൾക്കാരുടെ പവർ കൂടുകയും ചെയ്യും. ആൻഡ് ആ ഷേക്സ്പിയർ പറയുന്നത് ഈ ഗോസിപ്പ് പറയുന്ന ആ ആൾക്കാരുടെ തോട്ട് വെച്ചിട്ട് നിങ്ങൾക്കെന്നെ മെഷർ ചെയ്യാൻ കഴിയില്ല. ആ ഒരു തോട്ട് അവർ മാറ്റുന്നിടത്തോളം എന്നിലുള്ള നന്മ നിറഞ്ഞ പ്രവൃത്തി നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നാണ് നമ്മുടെ റൈറ്റർ പറയുന്നത്, അതായത് ഷേക്സ്പിയർ പറയുന്നത്. ഓക്കെ, ഇതാണ് ഈ സോണറ്റ് നമ്പർ 121. സോണറ്റ് നമ്പർ 121 ക്രിട്ടിസൈസസ് സൊസൈറ്റൽ ഹിപ്പോക്രസി സൊസൈറ്റിയിലെ ഹിപ്പോക്രസി ക്രിട്ടിസൈസ് ചെയ്യുന്ന സോണറ്റാണ് സോണറ്റ് നമ്പർ 121. Okay, the speaker rejects false accusation and embraces his true self. Shakespeare questions whether morality is absolute or shaped by others' opinion. ഇതാണ് നമ്മുടെ സോണറ്റ് നമ്പർ 121.
ഓക്കെ, ഇതിൽ ഷേക്സ്പിയർ പറയുന്നത് മെയിൻ കാര്യം നമ്മൾ മറ്റുള്ളവർ നിങ്ങളെ മോശപ്പെട്ട ഒരാളായിട്ട് ചിന്തിക്കുന്നതിനെക്കാട്ടിലും നല്ലത് നിങ്ങൾ മോശപ്പെട്ടിരിക്കുന്നതാണെന്നാണ്. പിന്നെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഏത് സോണറ്റ് ആയാലും ഏത് പോം ആയാലും നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ലൈനും ലാസ്റ്റ് ലൈനും നോട്ട് ചെയ്ത് വെക്കണം. ഇത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വരാൻ ചാൻസ് ഉള്ളതാണ്. ഓൾ മെൻ ആർ ബാഡ് ആൻഡ് ഇൻ ദ ബാഡ്നെസ് എഗെയിൻ. ഈ ലൈനൊക്കെ നേരത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളതാണ്. ഏതാണ് ലാസ്റ്റ് ലൈൻ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ലൈൻ ഓഫ് ദ പോയം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ നോട്ട് ഇറ്റ്. ഓക്കെ, താങ്ക് യു. അന്നേരം നമുക്ക് ഇതിൻ്റെ MCQ സെക്ഷനുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.